ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. അതിലവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു വലിയ പ്രയാസത്തിലാണ്, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയടാ? ഞാൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് ഒരു പെൺകുട്ടി എല്ലാ ദിവസവും വരും. അവൾ എന്നോട് നന്നായി സംസാരിക്കും. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായി. എന്നും ചാറ്റിങ്ങും ഫോൺ കോളിങ്ങുമായി ആ റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോയി. ഇവനാണെങ്കിലോ ഇവൻ്റെ മനസ്സ് നിറയെ ആ പെണ്ണിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൾ ഇവനോട് പറഞ്ഞു, നമുക്കിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, നമുക്കിതിവിടെ നിർത്താം. പക്ഷെ ഇവനത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവൾ ഇവനെ ബ്ലോക്കാക്കാൻ തുടങ്ങി. പിന്നീട് മെസ്സേജിങ്ങും ഇല്ല, ഫോൺ കോളിങ്ങും ഇല്ല. ആ ബന്ധം അവിടെ തകർന്നുപോയി. ഇവനാകെ അസ്വസ്ഥനായി. സമാധാനമായി ഇവന് ഉറങ്ങാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇതിന് പരിഹാരമായി വല്ല ദുആകളോ സ്വലാത്തോ ദിക്റോ പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് അവൻ എന്നോട് ചോദിക്കുന്നത്. ഞാൻ അവനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം, എന്താണ് ഇത്തരം പ്രണയത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണ്? പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രണയത്തിനെതിരല്ല, മറിച്ച് നിർബന്ധമായും പ്രണയിക്കണം, സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതം തന്നെയാണ്. പക്ഷേ അത് കല്യാണത്തിന് ശേഷമായിക്കോട്ടെ, രണ്ടുപേരും ഉത്തരവാദിത്തത്തോടെ പരസ്പരം സ്നേഹിച്ച് ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അസ്വസ്ഥനായ അവൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രണയം എന്നെന്നും നിലനിൽക്കുന്ന അനന്തമായ ഒരു പ്രണയത്തിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുപോകാൻ ഞാൻ അവനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നീ എല്ലാ ദിവസവും നിന്റെ ഇയർബഡ്സ് ചെവിയിൽ വെച്ചുകൊണ്ട് കുറഞ്ഞതൊരു 2-3 മിനിറ്റെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നല്ല മദ്ഹ് സോങ് കേൾക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു 100 സ്വലാത്ത് കൊണ്ടെങ്കിലും തുടങ്ങി പിന്നീട് പതുക്കെ ഗ്രാജുവലി അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നു. ഞാനിപ്പോൾ സന്തോഷവാനാണ്, എനിക്ക് മുമ്പത്തെ ചിന്തകളൊന്നുമില്ല, ഞാനിപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്, ഒരുപാട് മദ്ഹുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ മദീനയിലൊക്കെ പോയി വന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സ് എത്ര കണ്ട് അസ്വസ്ഥമായാലും നമ്മുടെ മനസ്സിന് കുളിരേകുന്ന ഒരു പ്രണയമുണ്ട്. അത് മദീനയോടുള്ള പ്രണയമാണ്. അല്ലാഹു ആ പ്രണയം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.